തലമുറ തലമുറയായി നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. യേശുവിൻ്റെ വംശാവലിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി 14 തലമുറകൾ വീതം ഈ വംശാവലിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി വളരെ കൃത്യമായി പേരുകൾ ആരാരുടെ മകനെന്നും ആരാരുടെ പിതാവെന്നും ഒക്കെ രേഖപ്പെടുത്തി വളരെ മനോഹരമായി ക്രിസ്തുവിൽ വന്ന് അവസാനിക്കുന്നു. സുവിശേഷം എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങി? അതിന് വളരെ പ്രത്യക്ഷത്തിൽ പറയാവുന്നൊരു കാര്യം, ക്രിസ്തു അത്ര മോശപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ടവനല്ല എന്ന് പറയാനാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ ഈ തലമുറയിലൂടെയൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു എന്നൊരു വെളിച്ചം നമുക്കിതിലൂടെ കിട്ടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യത്തിൽ അബ്രഹാത്തോട് ദൈവം ചില വാഗ്ദാനങ്ങൾ നൽകും. അതിങ്ങനെയാണ്: നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അങ്ങനെ ഒരു വംശത്തിൻ്റെ തന്നെ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്ന ക്രിസ്തുവിലാണ്. വാഗ്ദാനം കൃത്യമായി ക്രിസ്തുവിൽ അവസാനിക്കുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുന്നു. അതുപോലെ ദാവീദിന് ദൈവം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്: നിന്റെ പുത്രനിലൂടെ രാജസിംഹാസനം എന്നേക്കും ഞാൻ നിലനിർത്തും. രാജസിംഹാസനം അത് ക്രിസ്തുവിലാണെന്നും അത് എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും ദാവീദിനോടുള്ള വാഗ്ദാനത്തിലൂടെ ക്രിസ്തുവിലൂടെ അത് നിറവേറപ്പെടുന്നുണ്ട്. ഇങ്ങനെ എടുത്തു പറയാവുന്ന അബ്രഹാത്തിൻ്റെയും ദാവീദിൻ്റെയും ജീവിതം കൊണ്ട് തന്നെ ഒരു നന്മയുള്ള അല്ലെങ്കിൽ മേനി പറയാവുന്ന ഒരു തലമുറയിൽപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമുണ്ട്. മേനി പറയാവുന്ന ഒരു തലമുറയിൽപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് അവകാശപ്പെടുമ്പോഴും അത്ര മേനി അല്ലാത്ത ചില മനുഷ്യരും അവൻ്റെ തലമുറയിലുണ്ട്. അതാണ് 4 വിജാതീയ സ്ത്രീകളെ വളരെ ബോധപൂർവം ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അതിലൊന്നാണ് താമാർ, 2 റാഹാബ്, 3 റൂത്ത്, 4 ബത്ശബ. പുരുഷന്മാരുടെ മാത്രം ആധിപത്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ സ്ത്രീകളുടെ പേരുകൾ രേഖപ്പെടുത്തി? ഒരു മേനി പറയാവുന്ന ഒരു തലമുറയിൽപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് എഴുതി തീർക്കാവുന്ന ഇടത്ത് എന്തുകൊണ്ടാണ് ഈ 4 സ്ത്രീകളുടെയും പേരുകൾ വളരെ ബോധപൂർവം എഴുതി ചേർത്തു? ഇത് ക്രിസ്തുവിനെതിരെയുള്ള ചതിയെന്നോ അല്ലെങ്കിൽ ക്രിസ്തു മോശപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ടവനായിരുന്നു എന്നും രേഖപ്പെടുത്താനൊന്നുമല്ല. ഇതൊരു ദൈവിക പദ്ധതിയാണ്. മേനി പറയാവുന്നതും പിതാക്കന്മാരും അവൻ്റെ തലമുറയിൽ ഉണ്ടായിരിക്കുമ്പോഴും അതേപോലെ ഈ ഭൂമിയിൽ മാറ്റി നിർത്തപ്പെട്ടവരും ഏറ്റവും മോശപ്പെട്ടവരെന്ന് വിധിയെഴുതപ്പെട്ടവരും അവൻ്റെ തലമുറയിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ ലോകത്തിന് എന്നേക്കും ഓർക്കാൻ തക്ക വിധത്തിൽ സുവിശേഷം വളരെ കൃത്യമായി 4 വിജാതീയ സ്ത്രീകളുടെ പേരുകൾ രേഖപ്പെടുത്തി. ഈ 4 പേരുടെയും പശ്ചാത്തലം എടുത്തു നോക്കിയാൽ അത്ര നല്ല പശ്ചാത്തലമൊന്നും അല്ല. യൂദയായിലെ മരുമകൾ കാനാൻകാരിയായ താമാർ ഭർത്താവ് മരിച്ചപ്പോൾ തൻ്റെ ഇളയ പുത്രനെ അവൾക്ക് ഭർത്താവായി നൽകാതിരുന്ന യൂദയെ വേശ്യാവശ്യം കബളിപ്പിച്ച് അവളിൽ നിന്ന് അവൾ ഗർഭിണിയായവളാണ്. അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കും. ഈ റാഹാബ് ഒരു വേശ്യായ സ്ത്രീയാണ്. അവളും പുറംജാതിക്കാരാണ്. ഇസ്രായേൽ ജനത്തിന് ജെറീക്കോയിൽ പ്രവേശിക്കാൻ സഹായിച്ച അവളും ഇസ്രായേലിൻ്റെ ഭാഗമായി തീരുന്നത് ഏറ്റവും നന്മയുള്ള പ്രവൃത്തിയാണെങ്കിലും പക്ഷെ അവൾ ഒരു വേശ്യയായിരുന്നു എന്നാണ് അന്ന് വചനം രേഖപ്പെടുത്തിയത്. മോവാബിലെ റൂത്ത് ഭർത്താവ് മരിച്ചപ്പോൾ അമ്മായിയമ്മയോടൊപ്പം വിശ്വസ്തയോടെ ജീവിച്ചു. പക്ഷെ പിന്നീട് അവൾ ബോവാസിൻ്റെ ഭാര്യയായി ജീവിച്ചതായി നമ്മൾ വചനത്തിൽ വായിക്കും. റൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് ആ വായനകളൊക്കെ കിടക്കുന്നത്. ബത്ശബയെ തൻ്റെ വിശ്വസ്ത ഭൃത്യനായ ഊറിയയിൽ തന്ത്രപൂർവ്വം വകവരുത്തി. അവൻ്റെ ഭാര്യ ബത്ശബയെ ദാവീദ് സ്വന്തമാക്കി. ഇങ്ങനെ ഒരുവൻ്റെ ഭാര്യയായിരുന്നിട്ട് പിന്നീട് ദാവീദിൻ്റെ ഭാര്യയായി മാറ്റപ്പെട്ടവളാണ് ബത്ശബ. അത്ര മേനി പറയാവുന്ന മനുഷ്യരൊന്നും അല്ല ഈ 4 പേരും, വിജാതീയരായിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ മോശപ്പെട്ട ജീവിതം ജീവിച്ചവരും അവൻ്റെ തലമുറയിൽ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നൽകുന്ന ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ: സുവിശേഷം എല്ലാവർക്കുമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ വംശാവലിയിൽ തുടങ്ങിയത്. ഏറ്റവും മേനി പറയാവുന്ന മനുഷ്യർക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാം, ഏറ്റവും മോശപ്പെട്ട മനുഷ്യർക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാം. ഒരു സമൂഹത്തിൽ ഉന്നതരെന്ന് പറയുന്നവർക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാം, ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാം. അതാണ് സുവിശേഷത്തിലുടനീളം നാം കാണുന്നത്. അവൻ അലഞ്ഞിറങ്ങുന്നത് വേശ്യകളെ തേടിയാണ്, പാപികളെ തേടിയാണ്, ചുങ്കക്കാരെ തേടിയാണ്. സമൂഹത്തിൽ എല്ലാവരെയും തുല്യരായി കണ്ട ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ ജീവിതവും ആരംഭിക്കുന്നത് അവൻ്റെ തലമുറയുടെ പാഠം പഠിപ്പിച്ചുകൊണ്ടാണ്. ഏറ്റവും മനുഷ്യരെന്ന് കരുതിയവർ പോലും അവൻ്റെ വംശാവലിയിൽ അവർ ബോധപൂർവം ചേർത്തു. ഇതൊരു ദൈവിക പദ്ധതിയാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ വലിയ കുടുംബത്തിൽ പിറന്നവരാണെന്നും വലിയ പാരമ്പര്യത്തിൽ പിറന്നവരാണെന്നൊക്കെ മേനി പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ക്രിസ്തു അങ്ങനെ പറയാൻ ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ദൈവപിതാവ് അങ്ങനെ പറയാൻ ആഗ്രഹിച്ചില്ല. കാരണം ക്രിസ്തു എല്ലാവർക്കും സമീപസ്ഥനാകാൻ തക്ക വിധത്തിൽ അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറിയത്തോടൊപ്പം പേര് ചേർക്കാൻ 4 മോശപ്പെട്ട സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ സുവിശേഷത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ആഗമന കാലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരിലേക്കും ഒരേപോലെ ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തു എന്തുമാത്രം ഉന്നതത്തിലുള്ളവരെയും മോശമായവരെയും ചേർത്ത് നിർത്തിയോ, അതുപോലെ നമ്മളും എല്ലാവർക്കും വിശാലമായ ഹൃദയം നൽകി എല്ലാവരും ചേർത്ത് നിർത്താൻ ഒരു മനസ്സുണ്ടാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ.
വൃക്ഷ